ഹായ് മക്കളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാണെന്നറിയോ? പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാമിന് നിരന്തരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിന് വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോളിനോമിയൽ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം വളരെ ഈസി ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാം ചോദ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക, എഴുതിയെടുക്കുക. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നാം ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. അതായത് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 എന്നാണ്. എല്ലാവർക്കും എന്തായാലും ഈ ഒരു ചാപ്റ്ററിന് ഈ ചോദ്യം അല്ലെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ ചോദ്യം എന്ത് ചെയ്യുക, കേട്ടിരിക്കുക. ഓക്കെ, കേട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 2 ആണ്. ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് 2. ഈ പി ഓഫ് 2 കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ പരിപാടി പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കിക്കേ മക്കളെ, ഇതാണ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 എന്നാണ്. ഇവിടെ നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 2 ആണ്. അതായത് ഈ എക്സ് എഴുതിയ സ്ഥാനത്ത് ഇവിടെ എന്താ എഴുതിയത്? 2 എന്നാണ് അല്ലെ. ഈ എക്സ് എഴുതിയ സ്ഥാനത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് 2 എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു ചോദ്യത്തിലെ എക്സ് എഴുതിയ എല്ലാ സ്ഥലത്തും എന്ത് കൊടുക്കുന്നു? 2 എന്ന് കൊടുക്കുന്നു. അത്രമാത്രം. എക്സ് എഴുതിയ എല്ലാ സ്ഥലത്തും 2 2 2 എന്നാണ് കൊടുക്കുന്നു. ഓക്കെ, അവിടെ എക്സ് സ്ക്വയർ എന്നുള്ളത് 2 സ്ക്വയർ എന്നായി. ഓക്കെ, മൈനസ് 11 ഇൻറ്റു എക്സ് എന്നുള്ളത് 11 ഇൻറ്റു 2 എന്നായി. പ്ലസ് എത്രയാടാ? 21 പ്ലസ് 21 എന്നായി. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് ആരെയും ഞാൻ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഇത് അറിയാം. ഇത് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് പി ഓഫ് 2 കിട്ടും. പക്ഷേ ഇനിയുള്ള ബിയും സിയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരിക. ഓക്കെ, ശ്രദ്ധിക്കുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. നമുക്ക് പി ഓഫ് 2 ആണ് കാണുന്നത്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 11 ഇൻറ്റു 2 22 പ്ലസ് എത്രയാടാ? 21. ഓക്കെ, എൻ്റെ മക്കൾക്ക് ഇവിടെ തെറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുറയ്ക്കുമ്പോൾ തെറ്റാറുണ്ട്. പല കുട്ടികളും സില്ലി ആയിട്ട് ഇതിനെ കണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കണ്ട് തെറ്റിക്കാറുണ്ട്. ഈ ഒരു എഴുതിയിരിക്കുന്ന സംഖ്യയിൽ ആകെ ഒരേ ഒരു മൈനസ് സംഖ്യയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന സംഖ്യയിൽ എത്ര മൈനസ് സംഖ്യ ഉണ്ട് നോക്കുക. ഒരേ ഒരു മൈനസ് സംഖ്യയുള്ളൂ. ആ മൈനസ് സംഖ്യ ഈ മൈനസ് 22 ആണ്. ഞാൻ ആ മൈനസ് 22നെ മാർക്ക് ചെയ്തു. ഓക്കെ, ആ എഴുതിയിരിക്കുന്ന ഈ സംഖ്യ മൈനസ് സംഖ്യ മൈനസ് 22 ആണ്. ആ മൈനസ് 22നെ മാർക്ക് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂട്ടുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. നോക്കുക, 4 പ്ലസ് 21 25. ഈ സംഖ്യയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 22 കുറയ്ക്കുക. 25 കുറയ്ക്കണം 22 3 എന്ന് ഉത്തരം കിട്ടി. ശ്രദ്ധിക്കുക, നമ്മൾ നേരിട്ട് കുറയ്ക്കുമ്പോൾ ചില കുട്ടികൾക്ക് തന്നെയും പെട്ടെന്ന് ആൻസർ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൈനസ് സംഖ്യ മാർക്ക് ചെയ്യുന്നു, ബാക്കിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. 4ഉം 21 ആഡ് ചെയ്താൽ 25. 25 ആ റൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പർ മൈനസ് ചെയ്യുക. എത്രയാടാ? 3 എന്ന് ഉത്തരം കിട്ടി. അതായത് നമുക്ക് കിട്ടിയ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ, ഈ 3 എന്ന് കിട്ടിയ ഉത്തരത്തിന്റെ ബാക്കി ബിയും സിയും ആണ് ഇനി ചെയ്യാനുള്ളത്. ഈ ഉത്തരം തെറ്റിപ്പോവാണെങ്കിൽ നമുക്ക് ബിയും സിയും തെറ്റിപ്പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ബിയും സിയും നമുക്ക് മാർക്ക് കിട്ടും. എ തെറ്റിപ്പോയാൽ ബിയും സിയും തെറ്റിപ്പോകും. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ബി അടുത്ത ചോദ്യം എന്താണ് മക്കളെ? അടുത്ത ചോദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എത്ര എന്നാണ്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എത്ര എന്നാണ്. നോക്കിക്കേ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന നമ്മൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 ആണ് പി ഓഫ് എക്സ്. ഈ പി ഓഫ് എക്സിൽ നിന്ന് കുറയ്ക്കണം
പി ഓഫ് ടു. നമുക്ക് പി ഓഫ് ടു കിട്ടി എത്രയാ 3. അപ്പൊ ഈ സംഖ്യയിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കുക 3 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം നോക്കാം. x² - 11x + 18. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു, നമ്മുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ ബി ക്വസ്റ്റിന്റെ ആൻസർ. ബി ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. ഇനി നോക്കിക്കേ മക്കളെ, സി ക്വസ്റ്റിന്റെ ആൻസർ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ റെക്റ്റാങ്കിളിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു ചതുരത്തിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പോളിനോമിയലിനെ അല്ലെങ്കിൽ ഈ ഒരു ബഹുപദത്തെ 2 ഫസ്റ്റ് ഡിഗ്രി 2 ഒന്നാം കൃതി ബഹുപദമായി മാറ്റി എഴുതണം. 2 ഒന്നാം കൃതി ബഹുപദമായി മാറ്റി എഴുതണം. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായി മാറ്റി എഴുതണം. എങ്ങനെയാണ് അത് മാറ്റി എഴുതുക? ഇത് മാറ്റി എഴുതാൻ വളരെ സിമ്പിൾ ആണ്. ഇതേപോലത്തെ ചോദ്യങ്ങളിൽ, അതായത് ഇങ്ങനെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു അല്ലെങ്കിൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഈ സംഭവത്തിനെ മാറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വെറും 10 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടും. എങ്ങനെയായി 10 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടുക എന്നറിയോ? ശ്രദ്ധിച്ചേ, ഈ കിട്ടുന്ന നമുക്ക് ആദ്യം തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയും. മലയാളത്തിൽ അതിനെ പരിഹാരം, പലഹാരം അല്ല പരിഹാരം, പരിഹാരം എന്നാണ് മലയാളത്തിൽ പറയാ. ഈ പരിഹാരം എങ്ങനെയാ കണ്ടുപിടിക്കാന്നറിയോ? ഇങ്ങനെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു എന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇങ്ങനെ പി ഓഫ് എക്സ് എന്ന് ഏതെങ്കിലും ഒരു പി ഓഫ് ടു കുറയ്ക്കുക, പി ഓഫ് 1 കുറയ്ക്കുക, ഇതേപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് മോഡൽ എക്സാമിന് വന്നത് അല്ലേ. അങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ നോക്കുക, 2 ഒന്നാം കൃതി ബഹുപദമായി മാറ്റണമെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ്, ഫസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും എന്നറിയോ? ഏത് സംഖ്യ നമ്മൾ കുറയ്ക്കുന്നത്? പി ഓഫ് 2 ആണ് കുറയ്ക്കുന്നത് അല്ലേ. പി ഓഫ് ടു അപ്പോൾ അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന നമ്പർ 2 അല്ലേ. ഫസ്റ്റ് സൊല്യൂഷൻ 2 തന്നെയായിരിക്കും. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ആയിരിക്കും ഒന്നാമത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ പരിഹാരം അല്ലെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ എക്സിൻ്റെ വില എന്തായിരിക്കും? ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയായിരിക്കും ഒന്നാമത്തെ ഉത്തരം. ഡൗട്ട് ഉണ്ടോ? ഈ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് 1 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ 1 ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന 10 ആണെങ്കിൽ സൊല്യൂഷൻ 10 ആയിരിക്കും. ചില മക്കൾ തെറ്റിക്കും. ഈ കിട്ടിയ 3 ഒന്നും പോയി എഴുതരുത്, കിട്ടിയ ഉത്തരം 3 ഒന്നും പോയി എഴുതരുത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, സെറ്റായി. ഒന്നാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എക്സിന്റെ അടുത്ത വില കണ്ടുപിടിക്കണം. എക്സിന്റെ അടുത്ത വില കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ആക്കി വെച്ചിരിക്കുന്ന ഒരു ബഹുപദമുണ്ട് അല്ലേ, അതിന്റെ ഏറ്റവും അവസാന നമ്പർ നോക്കുക. എത്രയാ അവസാന നമ്പർ? 18. ഓക്കെ, അവസാന നമ്പർ നോക്കുക 18. ഈ തന്നിരിക്കുന്ന ഒരു ഉത്തരം 2 അല്ലേ. അപ്പോൾ ഈ 2നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് ഈ 18 കിട്ടുക എന്ന് നോക്കിയാൽ മതി. അവസാന ഉത്തരം കിട്ടുക എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 18 കിട്ടും. ഇവിടെ നോക്കുക, ഏറ്റവും അവസാനത്തെ ഉത്തരം 18 ആണ്. അപ്പോൾ ഏതോ 2 നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 18 കിട്ടും. ഒരു നമ്പർ നമുക്കറിയാം 2 ആണ്. അപ്പോൾ ദാ a × 2 = 18. അപ്പൊ a = 18/2 സമം എത്രയാടാ? 9. അപ്പൊ അടുത്ത ഉത്തരം എത്രയാടാ? 9. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. നമ്മൾ -b ± ഒക്കെ വെച്ച് ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ ചോദ്യം തരികയാണെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ഉത്തരം. x = 2. അടുത്ത ഉത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാന നമ്പർ നോക്കുക, എക്സ് ഇല്ലാത്ത ടേം നോക്കുക. അപ്പൊ ഈ 2നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് ഈ 18 കിട്ടുക നോക്കുക. 2നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 9 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 18 കിട്ടുക. അപ്പൊ നമുക്ക് 2 പരിഹാരവും കിട്ടി. ഇതിനെ നമ്മൾ എന്താക്കി എഴുതണം? ബഹുപദങ്ങളുടെ ഗുണനഫലമായി പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2നെ നമ്മൾ പ്രോഡക്റ്റ് ആക്കി എഴുതുമ്പോൾ ഈ 2നെ സമത്തിന്റെ പ്രത്യേകം കൊണ്ടുവന്നാൽ ഇത് +2 ആണ്. +2നെ സമത്തിന്റെ പ്രത്യേകം കൊണ്ടുവന്നാൽ x - 2 ആവും. ഓക്കെ, ഈ 9നെ സമത്തിന്റെ പ്രത്യേകം കൊണ്ടുവന്നാൽ x - 9 ആവും. ഇങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നത്. വളരെ സിമ്പിളായി, വളരെ ഇതേപോലുള്ള ചോദ്യം ഉറപ്പായും ചോദിക്കും, എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ആരും ഈ ഒരു ചോദ്യം മിസ്സാക്കി പോവരുത്. നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിനും അതിൻ്റെ മുന്നത്തെയും എല്ലാ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ നമ്മുടെ ഏത് എക്സാമിന് SLC എക്സാമിന് എല്ലാത്തിനും ഈ ചോദ്യം നമുക്ക് കാണാറുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെ ഏത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഈ ചോദ്യം നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കാണുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കാണുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എഴുതാം. ഓക്കെ,
അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കണ്ടു. നമ്മുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊന്നുമില്ല. ഈ തന്നിരിക്കുന്ന ഒരു പോളിനോമിയലിനെ നമുക്ക് എന്താക്കി മാറ്റണം? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റണം. അപ്പൊ കുറെ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഈ ചോദ്യം നമുക്ക് 2-3 സ്റ്റെപ്പ് വെച്ച് ചെയ്യാം. ഓക്കെ, 2-3 രീതി ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്താ, നമുക്ക് വഴികളൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഈസി ആയിട്ട് തന്നെ പോവാം. നമുക്ക് സെക്കൻഡ് ഡിഗ്രി മെത്തേഡ് ഉപയോഗിച്ച് രണ്ടാം കൃതിയിലെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. ആദ്യം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടർ കണ്ടുപിടിക്കുന്നു, ഒരുമിച്ച് എഴുതുന്നു. ഇത്ര മാത്രമേ പരിപാടിയുള്ളൂ. നോക്കാം നമുക്ക്. ആദ്യം എ ബി സി ഈ 3 കാര്യങ്ങൾ ഒന്ന് എഴുതുന്നു. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താടാ മക്കളെ? എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതാണ് എ. ഒരു നമ്പറും ഇല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കൂടെ ഇവിടെ ഏത് നമ്പറാണ് ഉള്ളത്? 3 ആണുള്ളത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 3. ബി എന്ന് പറഞ്ഞാലോ? ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ. എക്സിന്റെ കൂടെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ മക്കളും ചാടി കയറി എന്ത് ചെയ്തും? 5 എന്ന് എഴുതും, 5 എന്ന് എഴുതും. അപ്പൊ എക്സിന്റെ കൂടെയുള്ള നമ്പർ എന്താ മക്കളെ? -5 ആണ്. 5 അല്ല, മുമ്പിൽ എന്ത് കൂടിയുണ്ട്? മൈനസ് കൂടിയുണ്ട്. അപ്പൊ ദാ -5 ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്പർ. ആ എക്സ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. സി എത്രയാടാ മക്കളെ? സി ഒറ്റയ്ക്കിരിക്കുന്ന ഈ നമ്പർ -2 ആണ്. -2. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ചേർത്ത് എഴുതണം. പ്ലസ് ആണെങ്കിൽ നമ്മൾ ആ നമ്പർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സെറ്റാണ്. ബാക്കി കാര്യത്തിലേക്ക് പോവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് b² - 4ac എത്രയാണ്? ഇതിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. b² - 4ac ഡിസ്ക്രിമിനന്റ് എന്നാണ് ഇതിന് പറയുക. ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ വിവേചകം എന്ന് പറയും. ഈ ഒരു സംഭവത്തിന് മാത്രം ഒരു പേരൊക്കെ ഉണ്ട് അല്ലേ? ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ വിവേചകം എന്ന് പറയും. ഈ വിവേചകം 0 കിട്ടുന്നതെങ്കിൽ എക്സിന് ഒരു ഉത്തരമാണുള്ളത്. അതെങ്കിൽ ഈ ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ വിവേചകം നമുക്ക് മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ, മൈനസ് ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. എന്നിട്ട് പറയാം ഈ ചോദ്യത്തിന് എന്തില്ല? ഒറിജിനൽ അല്ലെങ്കിൽ റിയൽ ആൻസർ ഇല്ല എന്ന് പറയാം. ഇനി റിയൽ ആൻസർ ഇല്ല, അവിടെ നിർത്താം. ഇനി അഥവാ ഇതിന് പോസിറ്റീവ് 0-യേക്കാൾ മുകളിലുള്ള ഏതെങ്കിലും നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം എക്സിന് 2 ഉത്തരം ഉണ്ടടാ എന്ന് പറയാം. എക്സിന് 2 ഉത്തരം ഉണ്ട്. അപ്പൊ ഒന്നും പറയണേ, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സിന് 2 ഉത്തരം ഉണ്ടടാ. 0 ആണെങ്കിൽ എക്സിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നിർത്താം, റിയൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എത്ര ഉത്തരം ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് b² - 4ac എന്ന് കാണുന്നത്. ബി എത്രയാണ്? -5. -5ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എത്രയാടാ? 3 ഇൻറ്റു സി എത്രയാടാ? -2. ഓക്കെ, -5ന്റെ സ്ക്വയർ 25. മൈനസിന്റെ സ്ക്വയറും പ്ലസിന്റെ സ്ക്വയറും ഒക്കെ പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. -4ഉം -2, മൈനസും മൈനസും പ്ലസ് ആയി. ഓക്കെ, 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 2 24 = 49. കിട്ടിയടാ നമുക്ക് 49 എന്ന് പറയുന്ന ആൻസർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ചോദ്യത്തിന് 2 സൊല്യൂഷൻ ഉണ്ട്, 2 ഘടകങ്ങളുണ്ട്, 2 ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാം അല്ലെ? 2 ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഞാൻ സൈഡിൽ ഇവിടെ എഴുതി b² - 4ac 49 ആണ്. അപ്പൊ നമുക്ക് ആ 2 എണ്ണം കണ്ടുപിടിക്കണം. 0 ആയിരുന്നെങ്കിൽ 1 കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? 49 ആയതുകൊണ്ട് 2 ഉത്തരമുണ്ട്. 2 ഉത്തരവും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എക്സ് കാണാനുള്ള ഇക്വേഷൻ എഴുതി -b. പറഞ്ഞോ മക്കളെ, കൂടെ തന്നെ പറഞ്ഞോ. -b +or - √b² - 4ac / 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കൂടെ തന്നെ പഠിക്കുക അല്ലെ? കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചെടുക്കുക. -b +or - √b² - 4ac / 2a. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. x എന്താടാ? മൈനസിന്റെ സ്ഥാനത്ത് മൈനസ് എഴുതുന്നു. ആദ്യം മൈനസ് എഴുതണം. ബി എത്രയാടാ? b -5 ആണ്. അപ്പൊ വീണ്ടും -5 എന്ന് എഴുതാം. +or - √b² - 4ac എത്രയാടാ? 49 എഴുതിയാൽ മതി. വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 2 ഇൻറ്റു 3 6. ഓക്കെ, മൈനസും പ്ലസ് ആയി. ഇവിടെ 5 എന്നായി. 5 +or - √49 എന്ന് പറഞ്ഞാൽ 7 ആണ്. ബൈ 6.
ഓക്കെ, നമ്മുടെ ഉത്തരത്തിനോട് അടുത്തിരിക്കുകയാണ്, ഇവിടെ ഉത്തരത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ എക്സിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. 2 ഉത്തരമുണ്ട്. ഒന്നാമത്തെ ഉത്തരം 5 കൂട്ടണം 7, 5 + 7, 5ഉം 7ഉം കൂട്ടിയാൽ 12. 12/6 12/6 സമം 2. എക്സിന്റെ ആദ്യത്തെ ഉത്തരം 2. എക്സിന്റെ രണ്ടാമത്തെ ഉത്തരം നോക്കിക്കേ, എക്സിന്റെ രണ്ടാമത്തെ ഉത്തരം 5 കുറയ്ക്കണം 7, 5 7 കുറച്ചാൽ -2, 5 7 കുറച്ചാൽ -2, -2/6. -2/6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം, -1/3. എക്സിന് കിട്ടിയ 2 ഉത്തരങ്ങൾ കണ്ടോ? ഈ 2 ഉത്തരങ്ങളെ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയാം, പരിഹാരം എന്ന് പറയാം. പരിഹാരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ടുപിടിച്ചാൽ മതി. ഇനി ഘടകങ്ങൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ 2 എന്താക്കി എഴുതാനാണ്? നമ്മളോട് 2 ഗുണനഫലമായിട്ട് എഴുതാൻ, ഈ സംഭവത്തിനെ 2 ഗുണനഫലമായിട്ട് എഴുതാനാ പറഞ്ഞത്. എങ്ങനെയാടാ ഗുണനഫലമായിട്ട് എഴുതുക? ശ്രദ്ധിച്ചോ, എക്സിന് കിട്ടിയ 2 ഉത്തരങ്ങൾ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാണ്. x = 2, x = -1/3 എന്നാണ് കിട്ടിയ 2 സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം. ഈ 2നെ സമത്തിന്റെ പ്രത്യേകം കൊണ്ടുവന്ന എന്തായടാ? p of x = x - 2 എന്ന് പറയാം. 2നെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ +2 ആണ്, +2നെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ x - 2. ഇനി ഈ -1/3 നെ കൊണ്ട് കൊണ്ടുവന്നത് എന്തായടാ? x + 1/3 അല്ലേ? ഈ -1/3 നെ കൊണ്ടുവന്നത് x + 1/3. ഇതാടാ നമ്മുടെ ആൻസർ. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കായി, 4 മാർക്ക് കിട്ടിയാടാ, 4 മാർക്ക്. ഓക്കെ, അപ്പൊ ആ ചോദ്യം, ഒന്നാമത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾ കറക്റ്റായിട്ട് ഊഹിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക. p of x - p of 2 എന്നാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട, ഈസി ആയിട്ട് കിട്ടും അല്ലേ? ആ p of 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയ നമ്പർ ആയിരിക്കും ഒരു ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ഉത്തരം കിട്ടണമെങ്കിൽ അവസാന നമ്പറിനോട് ഏത് നമ്പർ ഗുണിച്ചാൽ നോക്കിയാൽ മതി അല്ലേ? ഈസിയാണ്. ഇനി ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന് 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉറപ്പായും ചോദിക്കും, എന്തായാലും ഈ ചോദ്യം ചോദിച്ചിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഈ ചോദ്യം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം ഒന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാം. നിങ്ങളെ ആ ഒരു മൂന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കുക, നോട്ട്ബുക്കിലേക്ക് വ്യക്തമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ചോദ്യമാണ്. എങ്ങനെയാടാ ഇത് ചെയ്യുക? x² - 1/4നെ 2 ഫാക്ടേഴ്സ് ആക്കി അല്ലെങ്കിൽ 2 പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റി എഴുതണം അല്ലേ? നമുക്ക് ഇതിനെ എങ്ങനെയാടാ മാറ്റി എഴുതുക? വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ മുതൽ പഠിക്കാൻ തുടങ്ങിയ ഇക്വേഷനാ. ഏതാണ് ഇക്വേഷൻ? a² - b² = a + b × a - b, a + b × a - b. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചെടുത്തോ, ഈ വരുന്ന 2 മാർക്ക് ഈസി ആയി കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, a² സ്ഥാനത്ത് x² ഉണ്ട്, b² സ്ഥാനത്ത് എന്താണ് ഉള്ളത്? 1/4 ആണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് a² സ്ഥാനത്ത് x² ഉണ്ട്, ഈ b² സ്ഥാനത്ത് 1/4 ആണുള്ളത്. 1/4 ശ്രദ്ധിക്കുക, 1/4. എങ്ങനെയാണ് ഈ 1/4നെ ഈ സ്ക്വയർ ഉള്ള രൂപത്തിലേക്ക് മാറ്റുക? 1ന്റെ റൂട്ട് 1 തന്നെയാണ്, 4ന്റെ റൂട്ട് 2 ആണ്. 4ന്റെ റൂട്ട് എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് അതിനെ 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് x² സ്ഥാനത്ത് x² എഴുതി, 1ന്റെ റൂട്ട് 1 തന്നെയാണ്, 4ന്റെ റൂട്ട് എത്രയാടാ? 2 ആണ്. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ ആയില്ലേ? a² സ്ഥാനത്ത് x², b² സ്ഥാനത്ത് 1/2 ഹോൾ സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ x, b എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. x + 1/2, a + b നെ x + 1/2, x - 1/2. എന്ത് ചെയ്താ? x + 1/2, x - 1/2. ഇത്രയും സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഇത് നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ 1-2 ചോദ്യം കൂടി കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ ഇവിടെ എഴുതുന്നത് x² - 16. എൻ്റെ ഒരു ഗസ് ഇതാ, ഞാൻ ഈ ചോദ്യമായിരിക്കും എക്സാമിന് വരിക. x² - 16 ആയിരിക്കും ഈ പ്രാവശ്യത്തെ എക്സാമിന് വരിക. നോക്കാം നമുക്ക് എങ്ങനെ x² - 16. എയുടെ സ്ഥാനത്ത് x² ആണ്, ബിയുടെ സ്ഥാനത്ത് 16 ആണ്. 16നെ എങ്ങനെയാടാ നമുക്ക് ഈ സ്ക്വയർ ഉള്ള ടൈം ആക്കി മാറ്റി ചെയ്താ? 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയറാണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ 16ന്റെ റൂട്ട് 4 ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? x+4 ഇൻറ്റു x-4 എന്ന് മാറ്റി എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി അഥവാ എക്സാം ഒന്ന് ടഫ് ആവുകയെന്ന് വിചാരിക്കുക, ബുദ്ധിമുട്ടാവുകയാണെന്ന് വിചാരിക്കുക. ബുദ്ധിമുട്ടായാൽ ഈ 16ന് പകരം നമുക്കൊരു 11 ആണെന്ന് വിചാരിക്കാം. 11ന് എന്തില്ല? റൂട്ടില്ല. റൂട്ടില്ലാത്ത സംഖ്യ വന്നാൽ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ സ്ഥാനത്ത് എക്സ് സ്ക്വയർ. റൂട്ടില്ലാത്ത സംഖ്യ വന്നാൽ റൂട്ട് 11 സ്ക്വയർ എഴുതിച്ചാൽ മതി. റൂട്ടില്ലാത്ത സംഖ്യ വന്നാൽ റൂട്ട് സ്ക്വയർ എഴുതിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായടാ? എക്സ് പ്ലസ് റൂട്ട് 11 എക്സ് മൈനസ് റൂട്ട് 11. എക്സ് പ്ലസ് റൂട്ട് 11 എക്സ് മൈനസ് റൂട്ട് 11. റൂട്ടില്ലാത്ത സംഖ്യ വന്നാൽ റൂട്ട് തന്നെ എഴുതി വെച്ചാൽ മതി. ഒരൊറ്റ ചോദ്യം കൂടി ചെയ്യാം. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ചോദ്യം, എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ, എയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തടാ? 1ന്റെ റൂട്ട് എത്രയാടാ? 1 തന്നെ. അപ്പൊ 1 സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1. ഈ ഒരു ചോദ്യം എക്സാമിന് ഉറപ്പായും 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും. ഈ ചാപ്റ്ററിന് ഇനി ചോദിക്കാനുള്ളത് 2-3 തരത്തിലുള്ള ചോദ്യം കൂടി, 2 തരത്തിലുള്ള ചോദ്യം കൂടി ഉണ്ട്. കെയുടെ വാല്യൂ കണ്ടെത്താൻ, കെയുടെ വില കണ്ടെത്താൻ. അപ്പൊ ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം കെയുടെ വില കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ആ ചോദ്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. എടാ, നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്തോ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. ഇതേ രീതിയിൽ തന്നെ എക്സാമിന് ചോദ്യം ചോദിക്കാറുള്ളൂ. ഒന്നാമത്തെ ചോദ്യം നോക്കുക. പി ഓഫ് 1 കണ്ടുപിടിക്കാനാണ്. പി ഓഫ് 1 എന്താ തന്നിരിക്കുന്നത്? പി ഓഫ് എക്സ് എത്രയാണ് തന്നിട്ടുണ്ട്? പി ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. ഇതിനെല്ലാം 1 കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്തൊക്കെ 1 കൊടുത്താൽ എന്തായി? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 5 അല്ലേ? നമുക്ക് 1ന്റെ സ്ക്വയർ 1 ആണ്. 2 ഇൻറ്റു 1 2 ആണ് പ്ലസ് 5. ടോട്ടൽ എത്രയാണ് കിട്ടിയത്? ടോട്ടൽ 8 എന്ന് കിട്ടി. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് ഉത്തരം കിട്ടി. ടോട്ടൽ നമുക്ക് 8 എന്നുള്ള ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് 8 കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യമാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക. നമുക്ക് രണ്ടാം ചോദ്യത്തിലെ x-1 ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. x-1 എന്താണ്? ഫാക്ടർ ആണ്. ഈ എന്താണ് ഈ ഫാക്ടർ എന്ന് വെച്ചാൽ 6ന്റെ ഫാക്ടറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 6ന്റെ ഫാക്ടർ ആണ് 1 2 3 6. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പറും 6ന്റെ ഫാക്ടർ ആയിരിക്കും. 6നെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ നമ്പറും 6ന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ 10ന്റെ ഫാക്ടർ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 1 10ന്റെ ഫാക്ടറാ. 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 5 10. ഓക്കെ, ഇതാണ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഫാക്ടർ എന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഈ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ, ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ ഉണ്ടാവില്ല, ശിഷ്ടം ഉണ്ടാവില്ല. ഹരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ശിഷ്ടം ഉണ്ടാവില്ല. റിമൈൻഡർ ഉണ്ടാവാത്ത സംഭവത്തിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ ഫാക്ടർ എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ ഇതിന്റെ ഫാക്ടറാണ് x+x-1. ഈ സംഭവത്തിന്റെ ഫാക്ടറാണ്. നമുക്ക് പി ഓഫ് എക്സ് എത്രന്ന് എഴുതാം? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ ആണ്. ഓക്കെ, x-1 ആണ് ഫാക്ടർ. x-1 ആണ് ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ x എത്രയാടാ? x 1 ആയിരിക്കും. x-1 ഫാക്ടർ ആണ്. x എത്രയാ? 1 ആയിരിക്കും. ഈ 1 ആയത് എങ്ങനെയാ? നമ്മൾ നേരത്തെ അറിയാം, ഫാക്ടർ ആക്കാൻ ഈ +1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമാണ് x-1 ആവുന്നത് അല്ലേ? അങ്ങനെ x-1 ഫാക്ടർ എങ്കിൽ x എത്രയായിരിക്കും? 1 ആയിരിക്കും. ഈ 1 ഇവിടെ കൊടുത്തു നോക്കാം. നമുക്കറിയാം 1 ഇവിടെ കൊടുത്തു നോക്കുമ്പോൾ x സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 2 തന്നെ പ്ലസ് കെ ഈസ് ഈക്വൽ ടു ഫാക്ടർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഫാക്ടർ ആണെന്ന്. ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും? ഘടകമാണെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും? ശിഷ്ടം എത്രയായിരിക്കും? ശിഷ്ടം 0 ആയിരിക്കും. അതുകൊണ്ട് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ഈക്വൽ ടു 0. അപ്പൊ നോക്കാം, നമുക്ക് 1ന്റെ സ്ക്വയർ 1 1 പ്ലസ് 2 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. 1 പ്ലസ് 2 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. 1 പ്ലസ് 2 3 3 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. കെ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ +3നെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -1
-3. കെയുടെ വാല്യൂ -3 ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് എങ്ങനെയുണ്ട്, ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്തായാലും പറയുക എന്തായിരുന്നു ഈ ക്ലാസ്സിന്റെ റിവ്യൂ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തും. ആ റിവ്യൂ ആണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, നിങ്ങൾ അത് രേഖപ്പെടുത്തി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.